ലിവിങ് ടുഗദർ അല്ലേ? മനസ്സിലായില്ല? പിന്നെന്തൊക്കെയാ പറയാ, എന്തായിക്കോട്ടെ. അന്ന് കല്യാണം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഒരു ആണും പെണ്ണും ഒരുമിച്ച് ചുരുക്കം വരാണെങ്കിൽ ഒരുമിച്ച് ഒരു ബെഡ് കിടക്കണമെങ്കിൽ കല്യാണമാണ് അന്ന്. ഞാൻ പറഞ്ഞത് ശരിയല്ല, അന്നത്തെ കാലാണ്. ഞാൻ കല്യാണം വെച്ചാൽ 2007 ആലോചിക്കണം. അന്ന് കോളേജ് ലൈഫിലൊക്കെ നമ്മൾ ഒരു പെണ്ണിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ കൈ വിറയ്ക്കും. എന്നുവെച്ചാൽ എനിക്ക് ഒരു അനിയനുള്ളത്, പെങ്ങന്മാരും ഇല്ല. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഇങ്ങനെ പ്രേമലേഖനം കൊടുക്കുക അല്ലേ? അന്ന് അങ്ങനെയുള്ള പരിപാടികള് ഇങ്ങനെ വിടൂലേ? ഒക്കെ വിട്ടതാളെ കോളേജ് പഠിക്കുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് നമുക്കൊരു പെണ്ണിനോട് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ആണായാലും പെണ്ണായാലും കല്യാണം കഴിക്കരുത് ആഗ്രഹിക്കുന്ന നടക്കുന്നത് രണ്ടുപേരും, ആണായാലും പെണ്ണായാലും. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ യൂത്തന്മാരെ കുറെ എന്റെ ഫ്രണ്ട്സ്. ഒരു ആസട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം വേണ്ട. കല്യാണം വന്നാൽ അത് ഒരു ബാധ്യതയാണ്, രണ്ടു കൂട്ടർക്കും ബാധ്യതയാണ്. അതെ അതെ. അപ്പൊ ഈ പ്രായം കൂടി, എനിക്ക് പ്രായമുള്ള ആളുകളുണ്ട്, ഞാൻ ഇപ്പോഴുള്ള ആളുകളെ ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. ഇപ്പത്തെ ലൈഫ് അങ്ങനെയാണ്. അവര് കമ്മിറ്റഡ് ആവാൻ അവർക്ക് താല്പര്യമില്ല. എന്നുവെച്ചാൽ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതായ കാര്യങ്ങൾ അതുണ്ടാവാം. പിന്നെ അത് വിവാഹമോചനാവും. എന്തിനപ്പം അതിന്റെ ആവശ്യം? അത് കല്യാണമേ കഴിക്കേണ്ടതാണ് ഇപ്പത്തെ ചെറുപ്പക്കാരുടെ തീരുമാനം, ചെറുപ്പക്കാരികളുടെയും തീരുമാനം. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല. ഓപ്ഷൻ കിട്ടിയാലും കല്യാണം കഴിക്കാൻ ഓപ്ഷൻ കിട്ടിയാലും ഞാനൊരു സമൂഹത്തിന് ഇപ്പത്തെ അവസ്ഥ പറയാട്ടോ, അതാണ് പറയുന്നത്.